കമ്പിയുടെ കാലമൊന്നും കഴിഞ്ഞിട്ടില്ല. അത് ആക്ച്വലി ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആക്സിൻ്റെ ഒരു ഡിയോഡറൻ്റ് അല്ലെങ്കിൽ ഒരു പെർഫ്യൂമിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, ആ പെർഫ്യൂം അടിക്കുമ്പോഴേക്കും ഗേൾസ് എല്ലാം അട്രാക്റ്റഡ് ആവുന്നു. ആക്ച്വലി ശരിക്കും അട്രാക്റ്റഡ് ആവുമോ? ഇല്ല. അതേപോലത്തെ ഒരു അഡ്വർടൈസ്മെൻറ്റ് മാത്രമാണ് കമ്പിയുടെ കാലം കഴിഞ്ഞു. ആക്ച്വലി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പേര്, ഒരു പല്ലിൻ്റെ പ്രശ്നങ്ങളുള്ള 100 പേരാണെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് പറയാം, അതിൽ 97 പേർക്കും പല്ല് കെട്ടിക്കൊണ്ട് തന്നെ ശരിയാക്കാൻ പറ്റും. 2-3 പേർക്ക് ചിലപ്പോൾ സർജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. പക്ഷേ ഒരു 50 പേർക്കൊക്കെയാണ് അലൈനേഴ്സ് കൊണ്ട് ആ പെർഫെക്റ്റ് റിസൾട്ട് എത്തുക. ഡെഫിനറ്റ്ലി അലൈനേഴ്സ് ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്, ഭയങ്കര കൺവീനിയൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ബട്ട് എല്ലാ കേസസും അലൈനർ കൊണ്ട് ഒരിക്കലും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. മേ ബി ഫ്യൂച്ചർ അത് ഗ്രോ ചെയ്ത് വന്നേക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിൻ്റെ ഒരു കോസ്റ്റ് ഫാക്ടർ. ഇപ്പോൾ അലൈനേഴ്സ് ഭയങ്കര എക്സ്പെൻസീവാണ്, എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പോഴും കൂടുതൽ പേര് ചെയ്യുന്നത് പല്ല് കെട്ടൽ തന്നെയാണ്. പല്ല് കെട്ടിയാലും അലൈനേഴ്സ് ഇട്ടാലും റിസൾട്ട് എല്ലാം സെയിം ആണ്. കമ്പിയുടെ കാലം ഇപ്പം അടുത്തൊന്നും കഴിയണ പോലത്തെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല.